ഗൗതം ഇത്? ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചതല്ലേ, എന്നിട്ടും ഇങ്ങനെ ഇരിക്കുവാണോ? ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാ, എഴുന്നേക്ക്. എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. റെഡിയായേ? വേണ്ട നിധി, ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല. ഓഫീസിലേക്ക് പോകാതെ പിന്നെ ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? അതിനും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഒരുതരം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക എനിക്കിവിടെ. അപരിചിതമായൊരു സ്ഥലത്ത് അപരിചിതരായ മനുഷ്യർക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. പാറുവിൻ്റെ മുഖത്ത് നോക്കി പാറുവെന്നോ അമ്മയെന്നോ വിളിക്കാൻ പറ്റുന്നില്ല. അച്ഛനെ പഴയതുപോലെ അച്ഛാന്ന് വിളിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. എന്തോ ഒരു ഗ്യാപ്പ് വീണതുപോലെ തോന്നുക. എൻ്റെ മനസ്സിൻ്റെ വിങ്ങിൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ഓഫീസിലോട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. വേണ്ട, ഞാൻ പോകുന്നില്ല. അതാണ് നല്ലത്. ഗൗതം പോയില്ലെങ്കിൽ ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ അവസ്ഥ എന്താവും? ബിസിനസ് ആര് നോക്കും? ബിസിനസ് നോക്കുന്നതല്ലല്ലോ, സ്റ്റാഫുകൾ മുഴുവൻ എന്നെ ഏത് കണ്ടുകൊണ്ടായിരിക്കും കാണുന്നത്? അവരെയൊക്കെ ഞാനെങ്ങനെ ഫേസ് ചെയ്യും? ഇത്രയും നാളും ഈശ്വരമംഗലത്തെ മൂത്ത മകനെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരനാഥനായി അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട എൻ്റെ ഗതികേടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓഫീസിലൊരു സ്റ്റാഫ് വന്ന് എന്നോട് എന്തെങ്കിലും ചോദിച്ചു പോയാൽ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. എൻ്റെ മനസ്സ് പറയുന്നത് ഓഫീസിൽ ചെന്നാൽ ഞാൻ നേരിടാൻ പോകുന്നത് തുറച്ചു നോട്ടങ്ങളായിരിക്കും, പരിഹാസങ്ങളായിരിക്കും. എനിക്ക് പറ്റില്ല നിധി, പറ്റില്ല. ഞാൻ പോകുന്നില്ല. നോക്ക് ഗൗതം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എത്ര നാൾ നമുക്ക് ഒളിച്ചോടാൻ കഴിയും? എന്നെങ്കിലും ഒരിക്കൽ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഗൗതം ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ഒരു തൊഴിലാളിയല്ല, അതിന്റെ ഓണറാണ്. അത് മറക്കരുത്. ഈശ്വരമംഗലം ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനം ഗൗതമിന്റെ അധ്വാനത്തിൽ നിന്നുണ്ടായതാണ്. അവിടെ ഈ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ആരാ ഉള്ളത്? അതൊക്കെ രണ്ടാമത്തെ ഘടകമാണ്. ആദ്യത്തേത് ഗൗതമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഈ വീടിന്റെ 4 ചുവരുകൾക്കപ്പുറത്തേക്ക് ഒരാളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മാത്രം അറിഞ്ഞ ഒരു രഹസ്യം ഓഫീസിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഗൗതമിനോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ജീവിതത്തിൽ ഇതൊരു വലിയ വീഴ്ചയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇനി ഗൗതം ആലോചിക്കുന്നത് പോലെ ഇതൊരു വലിയ വീഴ്ചയാണെന്ന് തന്നെ വെച്ചോ. പക്ഷെ അതൊരു പരാജയമല്ല. ആ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. തളർന്നു പോവരുത്. ഗൗതം പഴയതിനേക്കാൾ എനർജിയോടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരണം. അതാണിപ്പോ ഗൗതം ചെയ്യേണ്ടത്. നീ എത്രയൊക്കെ ആശ്വാസവാക്കുകൾ പറഞ്ഞാലും എനിക്ക് മനസ്സുകൊണ്ട് പറ്റുന്നില്ല. ഞാനൊരു അനാഥനാണെന്നുള്ള ചിന്ത തികട്ടി വന്നുകൊണ്ടിരിക്കുക. ദയവേത് സ്വയം ആ വാക്കിങ്ങനെ ആവർത്തിച്ച് പറയല്ലേ. നോക്ക്, പ്രണവ് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. ഒരു 10 തവണയെങ്കിലും അവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഏട്ടനെ റെഡിയാക്കി പറഞ്ഞു വിടണേന്ന്. ഗൗതം ചെല്ലുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതാ. പ്ലീസ് ഗൗതം, റെഡിയാവും. പിടിക്ക, വേഗം ഡ്രസ്സ് മാറ്, ഞാനിപ്പോൾ വരാം.
എന്താ മോളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? അങ്കിളിനൊരു കാര്യം ഏൽപ്പിച്ചപ്പോ അത് പഴയതിനേക്കാളും വിനയായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. വാക്കിനൊരു വിലയില്ലാതായി പോയല്ലോ അങ്കിളെ. നീ കാര്യം എന്താന്ന് വെച്ചാൽ അത് പറ ശിവാനി. ഗൗതം ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി പോയപ്പോ തന്നെ ഞാൻ അങ്കിളിനെ വിളിച്ച് പറഞ്ഞതല്ലേ അവനെങ്ങ് തീർത്തേക്ക്. എന്നിട്ടിപ്പോ ഒരു പോറല് പോലും ഏൽക്കാതെ ഗൗതം ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വന്നിരിക്കുക. അതോ പൂർവാധികം ശക്തിയോടെ. അവൻ തിരിച്ചു വന്നു എന്നുള്ളത് നേര്. പക്ഷേ അതിലൊരു സത്യമുണ്ട് മോളെ. അനാഥനായ അവന് ഇനി അവിടെ എന്ത് വിലയുള്ളത്? അവിടെ ആ അങ്കിളിന് തെറ്റിയത്. ഗൗതമന്റെ വില ഇപ്പൊ തന്നെ ആ വീട്ടിൽ കൂടിയിട്ടേ ഉള്ളൂ. പെടാപ്പാട് പെട്ടിട്ട പ്രണവിന്റെ മനസ്സിൽ ഗൗതമിനെ കുറിച്ചുള്ള കുറച്ച് വിഷം ഞാൻ കുത്തിവെച്ചത്. ഒറ്റയടിക്ക് ഇപ്പൊ അതൊക്കെ വെറുതെയായി. അങ്കിളെ പ്രണവ് പോലും ഇപ്പൊ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഗൗതമിനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുക. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞാ മതിയല്ലോ. എല്ലാം അങ്കിള് കാരണം. കൊള്ളാവുന്ന ഒരു ഗുണ്ടയച്ച് അവൻ അന്നങ്ങ് തീർത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്ന. ശരവണന്റെ കത്തിമുനയിൽ നിന്നും നിധി അവനെ രക്ഷിച്ചെടുത്തപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈശ്വരമംഗലത്തേക്ക് പിന്നെയും അവൻ മടങ്ങി വരില്ലെന്ന്. വന്നാൽ തന്നെ പഴയൊരു സ്വീകാര്യത അവിടെ ഉണ്ടാവില്ലെന്ന്. ലോകത്തെങ്ങും ഇല്ലാത്ത കണക്ക് ഒരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അനാഥരാണെന്ന് വിളിച്ചു പറഞ്ഞ് ഭൂകമ്പം സൃഷ്ടിച്ചിട്ട് ഒരേലയിലൊക്കെ പോലും ആ വീട്ടിൽ ഇല്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. അങ്കിളിന് അറിയോ, തളർന്നു പോയ ഗൗതമനെ ഊർജ്ജസ്വലനാക്കാൻ വസുന്ധരാന്റിയും പ്രണവും ഗോപിയങ്ങളും പിന്നെ പാർവതി ആന്റിയും മാറിയും തിരിഞ്ഞും അവിടെ ഗീതോപദേശം നടത്തിക്കൊണ്ടിരിക്കുക. ഇനി ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് പോയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഗൗതത്തിന് തത്തിക്ക് ആളുകൾ മാറിയും തിരിഞ്ഞും എനർജി കുത്തിവെച്ചുകൊണ്ടിരിക്കുക. അപ്പോ അവൻ ഇനിയും ഓഫീസിൽ പോകുമെന്ന് ഉറപ്പാണല്ലേ? സംശയമുണ്ടോ അക്കാര്യത്തില്? ഇതവന്റെ രണ്ടാം വരവാ. നട്ടിലും ബുദ്ധിയുള്ളവനാ ഗൗതം. ഞാൻ മാത്രമല്ല, അങ്കിളും സൂക്ഷിക്കണം. ഇനി പിടിച്ചാ കിട്ടില്ല ഗൗതമനെ. മോളുടെ കണക്കുകൂട്ടലുകൾ കൃത്യമാണ്. പക്ഷേ അതിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് മോളെ. എന്ത് ലൂപ്പ് ഹോള്? ഗൗതം അനാഥനാണെന്നുള്ളത് അവന്റെ എല്ലാ ആത്മധൈര്യത്തെയും ചോർത്തിക്കളയാൻ പറ്റിയ മരുന്നാണ്. അത് അവന്റെ ഓഫീസിൽ നിന്ന് തന്നെ കിട്ടിയാൽ അതോടെ അലിഞ്ഞില്ലാതാകും ഗൗതം എന്ന വ്യക്തി. അതിന് ഗൗതം അനാഥനാണെന്നുള്ള കാര്യം ഈശ്വരമംഗലം വീടിന് പുറത്ത് ഒരു കിളിക്കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല അവര്. ഒരു കിളിക്കുഞ്ഞു അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കഴുകന്റെ കാതിൽ ആ വാർത്ത എത്തിയിട്ടുണ്ട്. ഗൗതം അനാഥനാണെന്ന സത്യം അറിയാവുന്നൊരു കഴുകൻ. അതാണ് ഈ CKC. ഒന്ന് ആലോചിച്ച് നോക്കി. ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ അധിപനായി ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ഗൗതമിനെ കാത്തിരിക്കുന്നത് ഒരു അനാഥൻ എന്ന അധിക്ഷേപമാണെങ്കിൽ അവിടെ തീരും ഗൗതം. അവിടെ അവസാനിക്കും അവന്റെ ധാർഷ്ട്യം. അവസാനിപ്പിക്കും ഞാൻ. അങ്കിള് എന്താ ഉദ്ദേശിക്കുന്നേ? മോള് കാത്തിരുന്നോ? ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ഓഫീസിൽ ഗൗതമിനെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നാണക്കേടായിരിക്കും. തല കുനിഞ്ഞിറങ്ങി പോകേണ്ടി വരും അവൻ ഇന്ന് അവിടെ നിന്ന്. അതിനുള്ള ആളിനെ ആ ഓഫീസിൽ ഞാൻ തന്നെ ഏർപ്പാടാക്കിക്കോളാം. ആര്? സ്വർഗത്തിലും കാണും ഒരു കട്ടുറുമ്പ്. അത് കടിച്ചാലും വേദനിക്കും.